ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദിസ് ഈസ് മൈ ലൈഫ്. ഇന്നത്തെ വീഡിയോ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഫീച്ചേഴ്സാണ്. നമ്മുടെ വാട്സപ്പിൽ 5 ഫീച്ചേഴ്സ് ഉണ്ട് സ്റ്റാറ്റസ് ഇടാനായിട്ടുള്ളത്. അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ടെക്സ്റ്റ്, മ്യൂസിക്, ലേ ഔട്ട്, വോയിസ് ആൻഡ് AI ഇമേജ്. ഈ 5 നമ്മുടെ ഫീച്ചേഴ്സ്. സോ ഇത് ഓരോന്നും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ആയിട്ട് ടെക്സ്റ്റ് തന്നെയാണ്. യൂഷ്വലി നമ്മൾ ടെക്സ്റ്റൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് വാട്സാപ്പ് സ്റ്റാറ്റസിലും ടെക്സ്റ്റ്. അപ്പോൾ നമുക്ക് എന്താണോ ടെക്സ്റ്റ് ചെയ്യാനുള്ളത് അത് നമുക്ക് ടൈപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെയായിട്ട് തന്നെ അതിൻ്റെ ടെക്സ്റ്റ് ഫോണ്ടിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് അവർ കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുന്നേയൊക്കെ 1-2 മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടെ ടൈപ്സ് ഓഫ് ഫോണ്ടിൻ്റെ ടൈപ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് അത് ചെയ്യാം. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് അതും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് യൂഷ്വലി മുന്നേ ഉള്ള ഒരു ഫീച്ചർ തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് എന്താണോ ചെയ്യാനുള്ള ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം. ഫോണ്ടിൻ്റെ സ്റ്റൈൽ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് താഴെ കാണുന്ന സെൻഡിൽ കൊടുക്കുമ്പോഴേക്കും യൂഷ്വലി നമ്മൾ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസ് അപ്ലോഡ് ആയി കഴിഞ്ഞിരിക്കും. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ വന്നിട്ട് മ്യൂസിക്. മുന്നത്തെ നമ്മുടെ വാട്സപ്പിൻ്റെ ഫീച്ചേഴ്സ് ഈ മ്യൂസിക് ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് മ്യൂസിക്കൊക്കെ വാട്സപ്പിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, നമുക്ക് ഏത് ടൈപ്പ് ഓഫ് മ്യൂസിക്കാണ് വേണ്ടത് ആ മ്യൂസിക് നമുക്ക് സെർച്ച് ചെയ്ത് ആഡ് ചെയ്യാനായിട്ട് കൂടെ സാധിക്കും. ഞാനിപ്പോൾ ചുമ്മാ റാൻഡമായിട്ട് ന്യൂ മലയാളം സോങ് ഒന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വരുന്ന മലയാളം സോങ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒത്തിരി സോങ്സ് അവർ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ നമുക്ക് ഏതാണോ ആപ്റ്റായിട്ട് നമുക്ക് ഏതാണോ ആവശ്യമായിട്ട് തോന്നുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ചുമ്മാ റാൻഡമായിട്ടൊരു സോങ് എടുത്ത് കാണിക്കുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സോങ്ങാണോ വേണ്ടത് ആ സോങ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. സോങ് സെലക്ട് ചെയ്തതിന് ശേഷം ആ ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സോങ് അവിടെ ലോഡായി കഴിഞ്ഞിരിക്കും. അത് കഴിഞ്ഞ് ഒരു 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സോങ് നമ്മുടെ വാട്സപ്പിൽ നമ്മൾ സെലക്ട് ചെയ്ത ഏത് സോങ് ആണോ ആ സോങ് നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് വരുന്നതാണ്. യൂഷ്വലി നമ്മൾ എല്ലാ സ്റ്റാറ്റസും അപ്ലോഡ് ചെയ്യുന്നത് പോലെ ആ സെൻഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സ്റ്റാറ്റസ് അപ്ലോഡായി കഴിഞ്ഞിരിക്കും. ഇതാണ് നമ്മുടെ സെക്കൻഡ് വണ്ണ്. അടുത്ത് നമ്മുടെ തേർഡ് വൺ വന്നിട്ട് ലേ ഔട്ട്. ലേ ഔട്ടെല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ വാട്സപ്പിലും അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ലേ ഔട്ടിൽ നമുക്ക് എത്ര പിക്ചേഴ്സാണോ വേണ്ടത് ആ പിക്ചേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെയായിട്ട് ലേ ഔട്ടിൻ്റെ ഓരോ ടൈപ്സ് കാണിക്കുന്നുണ്ട്. സോ അത് നമുക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് പിക്ചേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനും സാധിക്കുന്നതാണ്. അതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ഡൺ കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഏത് പ്രൊസീജിയറാണോ ഫോളോ ചെയ്യുന്നത് സെയിം മെത്തേഡ് തന്നെയാണ് ഇതിലും. അതിനുശേഷം നമുക്ക് അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് സ്റ്റിക്കേഴ്സ് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതെല്ലാം നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മുടെ സെയിം ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ലേ ഔട്ട് കൊടുത്ത സ്റ്റാറ്റസ് സ്റ്റോറീസ് എങ്ങനെയൊക്കെയാണ് ഇടുന്നത് ആ സെയിം മെത്തേഡ് തന്നെയാണ് വാട്സാപ്പിലും ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് സോങ് കൊടുക്കാനായിട്ട് പറ്റും. അതല്ല സോങ്ങിൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. വേറെ എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യും. അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും നമ്മുടെ വാട്സാപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫീച്ചേഴ്സ് ഒന്നും ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെല്ലാം ഓക്കെ കൊടുത്തതിന് ശേഷം യൂഷ്വലി നമ്മൾ എങ്ങനെയാണോ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ വാട്സപ്പിലുണ്ടാവുന്ന സ്റ്റിക്കേഴ്സൊക്കെ ഈ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റിക്കേഴ്സ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നത് പോലെ നമുക്ക് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ കൊടുക്കാം. ലൊക്കേഷൻ അതല്ല പിന്നെ ആസ്ക് മീ ക്വസ്റ്റ്യൻ, അങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ആ സെയിം ടൈപ്പ് തന്നെയാണ് ഇതിലും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വാട്സാപ്പിലും ട്രൈ ചെയ്യാവുന്നതാണ് ഈ ഫീച്ചേഴ്സൊക്കെ. അതെല്ലാം നമ്മൾ ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് യൂഷ്വലി നമ്മൾ സ്റ്റാറ്റസ് എങ്ങനെയാണോ അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സ്റ്റാറ്റസ് അപ്ലോഡായി കഴിഞ്ഞിരിക്കും. ഇതാണ് നമ്മുടെ തേർഡ് വണ്ണ്. അടുത്ത നമ്മുടെ ഫോർത്ത് വൺ വന്നിട്ട് വോയിസ് ഓവർ. നമുക്കിപ്പോൾ ഒരു വോയിസ് നോട്ടാണ് സ്റ്റാറ്റസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനും എന്നുണ്ട് എങ്കിൽ അതിന് ബെസ്റ്റ് ഒരു ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സ്റ്റാറ്റസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു ഫീച്ചേഴ്സ് ഇതുവരെ വന്നിട്ടില്ല. സോ വാട്സപ്പിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ വോയിസ് എന്താണോ അത് നമുക്ക് വോയിസ് ഓവർ ചെയ്തതിന് ശേഷം യൂഷ്വലി നമ്മൾ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് ആ സെയിം മെത്തേഡ് തന്നെയാണ് വോയിസ് എടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ സെൻഡിൽ കൊടുത്തിട്ട് നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യാവുന്നതാണ് വോയിസ് നോട്ട്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ. അടുത്ത് വന്നിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നിട്ട് AI ഇമേജ്. ഈ AI ഇമേജ് വന്നിട്ട് നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ഒരു ഫോട്ടോയാണ് ഇപ്പോൾ സ്റ്റാറ്റസ് ഇടാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് സെർച്ച് ചെയ്താൽ കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പിക്ചേഴ്സൊക്കെ അവിടെ ഡിസ്പ്ലേ ആയി വരും. ഞാനിപ്പോൾ ചുമ്മാ റാൻഡമായിട്ട് ന്യൂ ഇയർ പിക്ക് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം പിക്ചേഴ്സ് വരുന്നുണ്ട്. ആ പിക്ചേഴ്സ് നമുക്ക്
നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പിക്ചർ സെലക്ട് ചെയ്തതിന് ശേഷം അതിന് വേണമെങ്കിൽ നമുക്ക് സ്റ്റിക്കേഴ്സായിട്ട് നമ്മുടെ പിക്ചേഴ്സ് ആഡ് ചെയ്യാം സൈഡിൽ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം. അതിനുള്ള എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതും നല്ലൊരു ഫീച്ചേഴ്സാണ്. ഇപ്പോൾ AI ഫീച്ചേഴ്സാണ് നമുക്ക് അധികമായിട്ടും എല്ലാത്തിലും കണ്ടുവരുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു ഫീച്ചേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്ത 5 ഫീച്ചേഴ്സ് നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വാട്സപ്പിൻ്റെ. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ ട്രൈ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല ഇൻഫർമേഷൻ വീഡിയോസുകളുമായിട്ട് നമ്മുടെ ചാനൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഇൻഫർമേഷനും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.